ഹസൻപുര എന്ന ഗ്രാമത്തിലാണ് ഞാനുള്ളത്. ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഒരു വശത്ത് നമുക്ക് വലിയ കെട്ടിടങ്ങൾ കാണാൻ കഴിയും, വലിയ വികസനങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ആ കെട്ടിടങ്ങൾക്ക് മറുവശത്ത് കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഗ്രാമത്തിലാണ്. അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരും. ചെറിയ വീടുകളാണ്, ഒരു ചെറിയ മേഖലയിലാണ് ഇരുവശത്തുമായുള്ള വീടുകൾ. ആ വീടുകളിലായാണ് ഇവർ കഴിയുന്നത്. നിരവധി സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെ കുടുംബങ്ങൾ, നിരവധി കുടുംബങ്ങളാണ് ഈ മേഖലയിലുള്ളത്. दीदी ये घर है वो कैसा चल रहा है इधर से आपका? हम लोग का ऐसी में जिंदगी कट रहा है यार। वो चुनाव का टाइम है ना, क्या मांग है आपको? हमारा मांग है कि घर कॉलोनी हमने के बना दे तो बहुत अच्छा होता है। घर चाहिए आपको? हाँ, वो इधर से जमीन भी नहीं है, एक वो रूम में बाले बच्चे रहते हैं। ഒരു വീട് വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അവരുടെ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരുമായി കഴിയുന്നത് ഒരൊറ്റ വീട്ടിലാണ്. നമുക്ക് ആ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ചെറിയ വാതിലാണ്, ഒരു ചെറിയ വീടാണ്. ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഒരൊറ്റ മുറി മാത്രമാണ് ഇവിടെയുള്ളത്. ആ മുറിയിൽ തന്നെയാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും ആ മുറിയിൽ തന്നെയാണ് അവർ കിടക്കുന്നതും. കുട്ടികളെ ഈ മുറിയിൽ തന്നെയാണുള്ളത്. നമുക്ക് അത് വരുമ്പോൾ അവർ ഭക്ഷണം പാകം ചെയ്യാനുള്ള മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ ഒരു ഒറ്റ മുറിയിലാണ് ഇവരുടെ ജീവിതം. അതിനൊരു ആവശ്യം വേണം, അതിനൊരു പരിഹാരം വേണമെന്നാണ് അവർ പറയുന്നത്. ഈ മുറിയിൽ തന്നെയാണ് അവർ കിടക്കുന്നത്. അവിടെ അവരുടെ ഗ്യാസ് കണക്ഷൻ ഉണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ എലികളൊക്കെ ഓടുകയാണ് ഈ പിന്നാലെ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നാലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എലികളൊക്കെ ഓടുകയാണ്. ഇങ്ങനെ അവരുടെ ഒരു ജീവിതം അത് എത്രത്തോളം പരിതാപകരമാണ് എന്നൊരു ദൃശ്യം കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അവർ പാകം ചെയ്ത ഭക്ഷണം, ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഗ്യാസ് കണക്ഷൻ ഉണ്ട്, ഒപ്പം തന്നെ അവരുടെ ഒരു ഫാന്. ഈ ഒരു ഒറ്റ മുറിയിൽ ഇങ്ങനെ കഴിയുകയാണ് ഒരു വിഭാഗം ജനത. മറുവശത്ത് വികസനങ്ങളൊക്കെ തന്നെയുണ്ട്. എന്നാൽ ഒരു വശത്ത് അവർ ഇത്തരത്തിലേക്ക് വലിയ ബുദ്ധിമുട്ട് നേരിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അവർ നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. നാം ക്യാ ഹേ इधर से आपका लाइफ कैसा चल रहा है? अच्छा चल रहा है। क्या चाहिए आपको? घर नहीं है यहाँ, एगो घर में दो बच्चे रहते हैं। ये छोटा बच्चा है, कैसा इधर से कैसा? घर मेरा वो है, वो पानी बिजली पूरा पानी नहीं है। इंदिरा बहुत को दिक्कत है, इंदिरा खाली कुएं का पानी है। ചെറിയ കൈക്കുഞ്ഞുമൊക്കെയാണ് അവർ ഇരിക്കുന്നത്. ഇവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പാനിക്ക ദിക്കത്തേനോ? 5 साल से यहाँ टंकी नल लगा हुआ है, पानी एक नहीं दे रहा है। हम लोग कुइया के पानी इस्तेमाल करते हैं। बच्चे से स्कूल में सरकारी स्कूल में जाता है? पूरा नहीं, पूरा नहीं जाता है। क्यों? सरकारी स्कूल में अच्छा से पढ़ाई नहीं होता है। सरकारी स्कूल में पूरा बेटा नहीं जा रहा? नहीं जाता है। क्यों? जाता है कभी कभी, कभी कभी नहीं जाता है। ഈ കുട്ടികളൊക്കെ സർക്കാർ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. പക്ഷേ എല്ലാ കുട്ടികളും സ്കൂളിൽ പഠിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. സ്കൂൾ में नहीं जा रहा? जाते हैं। कितना क्लास में? 7। कैसा चल रहा है आपको? अच्छा। वो ये भाई बहन नहीं जा रहा स्कूल में? जाता है। സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ചെറിയ ഒരു ഗലി എന്നൊക്കെ പറയാം, ചെറിയ ഒരു ഇടവഴിയാണ്. നമുക്കിതാ പുറത്ത് അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ ഇതിന് പുറത്താണ്. ഏതൊരു ജീവിത സാഹചര്യത്തിലാണ് അവർ ഇവിടെ നിന്ന് കഴിയുന്നത് ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരും. എല്ലാ വീടുകളും, സമീപമുള്ള എല്ലാ വീടുകളും ഇതേപോലെ ഒറ്റമുറി വീടുകൾ തന്നെയാണുള്ളത്. നിരവധി കുട്ടികളുണ്ട്, നിരവധി കുടുംബങ്ങളായൊക്കെ അവരിവിടെ കഴിയുന്നവരാണ്. നാം ക്യാ ഹേ ദീദി ആപ്കോ? पूनम देवी। कैसा चल रहा है इधर से आपका लाइफ? जिंदगी बहुत खराब चल रहा है यार। बेर फसल पुराने न कोई मुखिया सरपंच कोई सुने न करता है। काची कचरा कुचरी तो रहा ही लहन न नल के जल के कुछ के पते नहीं है। क्या क्या चाहिए? कोची चाहिए, सब सुविधा चाहिए, टंकी बाथरूम सब चम्मर में जाए बाथरूम करे तक। शौचालय नहीं है? नहीं। वो किधर से जा रहा आप? उधर खेत में था, खेत में गिरहत मारता है ढेरा से। हाँ, ഇവിടെ ശൗചാലയമില്ല. ഞങ്ങൾ അടുത്തുള്ള ഒരു കേത്തി എന്ന് പറയുന്ന കൃഷിയിടമാണ്, അവിടേക്ക് ഞങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പോകുമെന്നാണ് അവർ പറയുന്നത്. അവർക്കൊരു വീട് വേണം എന്നിങ്ങനെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. പാനി ഹേ? पानी भी नहीं है। इंदिरा एगो कल है यहाँ, एगो इंदिरा, पानी के भी बहुत दिक्कत है।
വെള്ളത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇവർ. भैया कैसा चल रहा है इधर से आपका? इधर का बहुत गरीबी हालत है एकदम, मतलब ना घर सही है ना कुछ, कल भी नहीं है, पानी का भी दिक्कत है, बाथरूम का भी दिक्कत है, मतलब हर एक तरह से दिक्कत ही दिक्कत खाली है, चले नहीं है ना पूरा? कुछ नहीं है, मतलब सब गरीबी हालत में बहुत मतलब जी रहे हैं। ये चुनाव का टाइम है ना, क्या क्या चाहिए आपको सरकार को? सरकार कहाँ कुछ देता है, खाली चुनाव घड़ी आके बोलता है फिर चल जाता है, वोट लेता है, वोट मिल गया फिर काम खत्म, आदमी खत्म हो जाता है, चिन्हवे पहचानवो नहीं करता है, और अलग कुछ भी नहीं दे रहा, कुछ भी नहीं देता है, खाली बोलता है ऐसे कि ये करेंगे वो करेंगे वो करेंगे, आप कुछ नहीं करता है। ऐसा ही मतलब कोई जमाना से मतलब ऐसा ही जिंदगी सब जी रहा है। कितना फैमिली इधर से, कितना घर इधर है? घर कितना होगा? 50 गोला है। पूरा घर ऐसा वाला है ना? हाँ 50 गोला मतलब घर है, सबका वही हाल है, कोई सुधार नहीं हुआ अभी तक, सरकार कुछ भी नहीं। ज्यादा दिक्कत है ना? मेरा ज़्यादा दिक्कत है। देखिए दीदी, हमको भगाता है, घर से मारता है, पीटता है, सबको भाई बहन कहता है कि मेरा घर है, हम कहता है क्या कि तुम हिजरा में जाओ, तो मैं मीठापुर सब्जी मंडी में रहती हूँ। വലിയ ബുദ്ധിമുട്ടിലാണ് ഇവർ ഇവിടെ കഴിയുന്നത്. അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സർക്കാരിൽ നിന്ന് അവർക്കൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു സർക്കാർ സ്കൂളുണ്ട്, പക്ഷേ ആ സ്കൂൾ ഉണ്ടെങ്കിൽ പോലും മുഴുവൻ കുട്ടികൾക്കും ആ സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ കഴിയുന്നത്. അവരുടെ വീടുകളാണ് നമുക്ക് ഇരുവശത്തുമായി കാണാൻ കഴിയുന്നത്. ശരിക്കും ഈ ദൃശ്യങ്ങൾ ഒരു ജനവിഭാഗത്തിന്റെ ജീവിതം എന്തെന്ന് കൂടിയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും എത്രത്തോളം അവർക്ക് ലഭിച്ചു എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത വിജി, 24.